ഗുഡ് മോർണിംഗ്. ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന സബ്ജക്റ്റിലെ ബിസിനസ് റിസർച്ച് എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് റിസർച്ച് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 ബേസ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ ആദ്യത്തേത് ബ്രാഞ്ച് ഓഫ് നോളേജ് ആണ്. നോളേജിൻ്റെ ബേസിസിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ റിസർച്ച് ഫൈൻഡിങ്സ്, നമ്മൾ കണ്ടുപിടിച്ച റിസർച്ച് ഫൈൻഡിങ്സ് മനസ്സിലാക്കാനുള്ള എബിലിറ്റിയുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കി. ദെൻ നേച്ചർ ഓഫ് ഡാറ്റ, നമ്മൾ റിസർച്ചിന് ഏത് തരത്തിലുള്ള ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കി. ആൻഡ് ദ പ്ലേസ് വേർ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ്, നമ്മൾ ഏതൊരു സ്ഥലത്താണ് നമ്മുടെ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കി. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ റിസർച്ച് മെത്തേഡ്സ് യൂസ്, ഏത് മെത്തേഡ്സ് ബിസിനസ് റിസർച്ചിൻ്റെ ഏത് മെത്തേഡ്സ് യൂസ് ചെയ്യണോ അതിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അങ്ങനെ 5 ബേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് അക്കോർഡിംഗ് ടു കവറേജ്. കവറേജിൻ്റെ ബേസ് ആണെന്ന് വെച്ചാൽ നമുക്ക് എന്താ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മാക്രോ റിസർച്ച്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി ഹോൾ, മൊത്തത്തിന് പഠിക്കുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട് മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും. അന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഒരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്രോ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മരമാണ്, മൈക്രോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ബ്രാഞ്ചസുമാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു വലിയൊരു സംഭവത്തിനെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ അതെന്തായി മാറി, മാക്രോ റിസർച്ച് ആയിട്ട് മാറി. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി ഹോൾ. എക്സാമ്പിൾ ലോൺ മാനേജ്മെൻറ്റ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ഒരു ടോപ്പിക്കാണ്. ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളിലും എങ്ങനെയാണ് ലോൺ മാനേജ്മെൻറ്റ് നടത്തുന്നത്, എങ്ങനെയാണ് അവർ ലോൺ കൊടുക്കുന്നത്, ആ ലോൺ കൊടുക്കുന്നതിന് അവർ എന്തൊക്കെ ക്രൈറ്റീരിയയിലാണ് സെലക്ട് ചെയ്യുന്നത്, ആ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ റെഗുലറായിട്ട് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് എന്തെല്ലാം മെഷേഴ്സാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കേണ്ട സമയത്ത് അല്ലാതെ നിന്നും കൃത്യമായിട്ട് ഈ ലോൺ തിരിച്ചടപ്പിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊരു സ്റ്റഡിയാണ് നമ്മൾ നടത്താൻ പോണത്. അത് നമ്മൾ നടത്തുന്നത് ഇന്ത്യയിലുള്ള ഏതൊക്കെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഉണ്ടോ, അതുപോലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവരുടെ എല്ലാവരുടെയും മൊത്തത്തിലൊരു സ്റ്റഡി ആണെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ മാക്രോ റിസർച്ച്. ഓക്കെ, അത് മൊത്തത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് മൈക്രോ റിസർച്ച്. മൈക്രോ റിസർച്ച് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദി പാർട്ട്, ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞോണം അതെന്താണ്, ഒരു മരത്തിൻ്റെ ബ്രാഞ്ച് മാത്രമാണ്, അതായത് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. എക്സാമ്പിൾ ലോൺ മാനേജ്മെൻറ്റ് ഓഫ് SBI. അപ്പോൾ എന്തായി, കുറച്ചും കൂടി ചെറുതായി. നേരത്തെ നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കിനെ കുറിച്ചും പഠിച്ചു. ഇപ്പം നമ്മൾ എന്താണ് അതിലേക്ക് ഒന്നും കൂടി ചെറുതാക്കി SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്കുകളുടെ മാത്രം ലോൺ മാനേജ്മെൻ്റ് ആണ് നടത്തുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി മൈക്രോ ആക്കാം. നമുക്ക് കേരളത്തിലുള്ള SBI ബാങ്ക്സിൻ്റെ മാത്രം ലോൺ മാനേജ്മെൻറ്റ് നമുക്ക് പഠിക്കാം. വേണമെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കാം, നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള സ്റ്റേറ്റ് ബാങ്കുകളുടെ മാത്രം ലോൺ മാനേജ്മെൻ്റ് ആണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ എത്ര വേണമെങ്കിലും നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരാം. എത്രമാത്രം നമ്മൾ നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരുന്നോ അത്രമാത്രം ഡെപ്ത് ആയിട്ട് നമുക്ക് ആ ടോപ്പിക്ക് പഠിക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഏറ്റവും മാക്രോയിൽ പറഞ്ഞ പോലെ മൊത്തം എല്ലാ ബാങ്കുകളുടെയും പഠിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്താനായിട്ട് പറ്റില്ല. പക്ഷെ മൈക്രോയിൽ പറഞ്ഞപ്പോൾ നമ്മൾ എന്തായി, ആകെ ഒരേ ഒരു ബാങ്ക് എടുക്കണമല്ലോ SBI, അവരുടെ ലോൺ മാനേജ്മെൻറ്റ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡെപ്ത് ആയിട്ട് സ്റ്റഡി നടത്താനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കവറേജ്. മാക്രോ റിസർച്ചും ഉണ്ട്, മൈക്രോ റിസർച്ചും ഉണ്ട്. മാക്രോ എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള പഠിപ്പ്, മൈക്രോ എന്ന് വെച്ചാൽ ആ ടോട്ടലിൻ്റെ ഒരു ഭാഗം മാത്രം പഠിക്കുകയാണെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ മൈക്രോ റിസർച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് അക്കോർഡിംഗ് ടു യൂട്ടിലിറ്റി ഓർ അപ്ലിക്കേഷൻ. അടുത്ത ക്ലാസിഫിക്കേഷൻ്റെ ബേസ് ആയിട്ട് പറയുന്നത് എന്താ, യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ യൂസേജ്, ഏതൊക്കെ എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമുക്കിനി നോക്കാനുള്ളത്. അക്കോർഡിംഗ് ടു യൂട്ടിലിറ്റി ഓർ അപ്ലിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് ബേസിക് റിസർച്ച്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസിക് റിസർച്ച്. ദ റിസർച്ച് റിസൾട്ട് ലീഡ് ടു തിയറി ബിൽഡിംഗ്. ബേസിക് റിസർച്ചിൽ നമ്മൾ ഈ റിസർച്ച് നടത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ പുതുതായിട്ട് ഒരു തിയറി നമ്മൾ ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദ റിസർച്ച് റിസൾട്ട് ലീഡ്സ് ടു തിയറി ബിൽഡിംഗ്. ഇറ്റ് ഈസ് ആൻ ഒറിജിനൽ ഇൻവെസ്റ്റിഗേഷൻ ഫോർ ദി അഡ്വാൻറ്റേജ് ഓഫ് നോളജ്. നമ്മൾ പുതുതായിട്ട് നമ്മളിപ്പോൾ പല തിയറീസൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ തിയറീസ് പോലെ ഒരു പുതുതായിട്ടൊരു
തിയറി നമ്മുടെ പേരിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ ബേസിക് റിസർച്ച്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്യുവർ ഓർ തിയറട്ടിക്കൽ ഓർ ഫണ്ടമെന്റൽ റിസർച്ച്. ഇത് വളരെ പ്യുവർ ആണ്, കാരണം വേറെ ഒന്നിൻ്റെ മോഡിഫിക്കേഷൻ ഒന്നല്ല. നമ്മൾ വേറെ ഒരു ആൾ പറഞ്ഞ ഒരു തിയറീനെ മോഡിഫൈ ചെയ്തിട്ടും ആ രീതിയിലുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ല നമ്മൾ നടത്തിയത്. വേറൊരാളുടെയും തിയറി നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ സ്വയമായിട്ടൊരു തിയറി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ ബേസിക് റിസർച്ച്. ഇറ്റ് ലീഡ്സ് ടു തിയറി ബിൽഡിംഗ്. നമ്മൾ പുതുതായിട്ടൊരു തിയറി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ HRM റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു തിയറി എൻ്റെ വക ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് ബേസിക് റിസർച്ച്. അതുകൊണ്ട് തന്നെ അതിനെ പ്യുവർ റിസർച്ച് എന്ന് വിളിക്കാറുണ്ട്, തിയറട്ടിക്കൽ ഓർ ഫണ്ടമെന്റൽ റിസർച്ച് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് അപ്ലൈഡ് റിസർച്ച്. The research result leads to problem solving. It is also called action research. Generally, it is sponsored by certain agencies for the purpose of finding solutions to certain problems. നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് പുതിയതായിട്ട് തിയറി ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. ഓൾറെഡി ഉള്ള ഡെവലപ്പ് ചെയ്ത വേറെ ആൾക്കാർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന തിയറിയുടെ ബേസിൽ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നേരത്തെ അത്രയ്ക്ക് അങ്ങോട്ട് എഫേർട്ട് ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. നമ്മൾ പുതുതായിട്ട് പ്രത്യേകിച്ച് ഒരു തിയറി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇതിനു മുമ്പ് പല റിസർച്ചേഴ്സും ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ കണ്ടുപിടിച്ച പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിസർച്ചിനെ വിളിക്കുന്ന പേരാണ് അപ്ലൈഡ് റിസർച്ച്. അതുകൊണ്ടാണ് അപ്ലൈഡ്, നമ്മളൊരു സ്ഥലത്ത് ഒരു തിയറി ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആക്ഷൻ റിസർച്ച്. ജനറലി ഇറ്റ് ഈസ് സ്പോൺസർഡ് ബൈ സർട്ടൻ ഏജൻസീസ് ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു സർട്ടൻ പ്രോബ്ലംസ്. സ്പോൺസർ ഏതെങ്കിലും ഏജൻസി സ്പോൺസർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇതാണ് അതിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷനായിട്ട് പറയുന്നത്, യൂട്ടിലിറ്റി അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് ബേസിക് റിസർച്ചും ആൻഡ് അപ്ലൈഡ് റിസർച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് അക്കോർഡിംഗ് ടു ടൈം ഫ്രെയിം. നമ്മൾ ഈ റിസർച്ച് നടത്താനായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ റിസർച്ചിൽ കൺസിഡർ ചെയ്യുന്ന ടൈം പീരീഡിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ടൈം ഫ്രെയിം. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സിംഗിൾ ടൈം പീരീഡ് റിസർച്ച് ആൻഡ് ലോങ്കിറ്റ്യൂഡിനൽ റിസർച്ച്. സിംഗിൾ ടൈം പീരീഡ് റിസർച്ച് എന്താ നോക്കാം. ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് ഡാറ്റ പെർട്ടൈനിങ് ടു എ പോയിന്റ് ഓഫ് ടൈം ഓർ 1 year. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ രീതിയിലുള്ള സർവേ മെത്തേഡാണെന്ന് വിചാരിക്കുക. ആ സർവേ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ക്വസ്റ്റ്യനെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയെല്ലാം ക്വസ്റ്റ്യനേഴ്സും എല്ലാം ബാക്കിയെല്ലാം അതിൻ്റെ ടെസ്റ്റും ഈ ക്വസ്റ്റ്യനെയറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിന് റിലയബിലിറ്റി വാലിഡിറ്റി ടെസ്റ്റുകളൊക്കെ നടത്തണം. അതൊക്കെ നടത്തിയതിന് ശേഷം അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട, അതായത് നമ്മൾ ഉദ്ദേശിച്ച ക്വസ്റ്റ്യനെയറിൽ നിന്ന് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആണോ, ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കിട്ടിയാൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ടെസ്റ്റ് നടത്തണം. ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനെയർ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ ഗൂഗിൾ ഫോം വഴിക്ക് നമ്മൾ അയച്ചു കൊടുക്കും. ആ അയച്ചു കൊടുക്കുമ്പോൾ ആ ഒരു പീരീഡിനുള്ള, ഇപ്പോൾ സപ്പോസ് കൺസ്യൂമർ ബിഹേവിയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കൊറോണ സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ ബൈയിങ് ബിഹേവിയർ വളരെ അത്രയ്ക്ക് പോസിറ്റീവ് ആവണമെന്നില്ല. എല്ലാത്തിനോടും പ്രത്യേകിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിനോട് കൂടുതൽ പ്രിഫറൻസ് ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് അത് റെഡിലി അവൈലബിൾ ആവാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആയതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും അതിനെയും അധികം ഡിപ്പെൻഡ് ചെയ്യാത്തൊരവസ്ഥ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൻ്റെ പ്രത്യേകതയാണ് ഈ ഒരു പീരീഡിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം പണ്ടെന്ന് വെച്ചാൽ 2 വർഷം മുമ്പൊക്കെ എല്ലാവരും ഓൺലൈൻ മോഡിൽ കൂടെ വളരെയധികം ട്രാൻസാക്ഷൻസ് നടത്തിയിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അതിനൊരു ചേഞ്ച് ഈ ഒരു പീരീഡ് 2 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം പീരീഡിന് മാത്രം, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് അയച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ആ ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ റെസ്പോണ്ടൻറ്റിൻ്റെ മൈൻഡ് സെറ്റ്, ആളിപ്പോൾ ചിലപ്പോൾ നല്ലൊരു മൂഡിലായിരിക്കണം എന്നില്ല. അപ്പോൾ ആളെന്താണ് ചിലപ്പോൾ ഫില്ലൊക്കെ ചെയ്ത് തരും, പക്ഷെ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. അതേസമയം ഞാനിപ്പോൾ നല്ലൊരു മൈൻഡ് സെറ്റുള്ള നേരമാണെങ്കിൽ ഞാൻ നല്ല കൃത്യമായിട്ട് കറക്റ്റ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് അയച്ചു കൊടുക്കും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ കാലയളവ് രണ്ടും ആവാട്ടെ, അങ്ങനെയാണ് നമ്മൾ പീരീഡ് ഫിക്സ് ചെയ്തതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് സിംഗിൾ ടൈം പീരീഡ് റിസർച്ച്. ഇതാണ് പറയുന്നത്, ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് ദി ഡാറ്റ പെർട്ടൈനിങ് ടു എ പോയിന്റ് ഓഫ് ടൈം. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമോ ഓർ 1 year അല്ലെങ്കിൽ മാക്സിമം 1 year, അത് ക്രോസ് ചെയ്ത് പോകാനായിട്ട് പാടില്ല.
ആ കാലയളവിൻ്റെ ഉള്ളിലാണ് നമ്മൾ റിസർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ റിസർച്ചിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾ ടൈം പീരീഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി സാമ്പിൾ സ്റ്റഡീസ് ആർ അണ്ടർ ദിസ് കാറ്റഗറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടുമിക്ക സാമ്പിൾ സർവേസും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞോളാം കുറച്ച് നമ്പർ ഓഫ് പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് പേരെ മാത്രം സെലക്ട് ചെയ്തിട്ട് മാത്രമാണ് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഈ റിസർച്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിംഗിൾ ടൈം പീരീഡ് റിസർച്ച് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ മാത്രം അല്ലെങ്കിൽ മാക്സിമം 1 ഇയർ പീരീഡിനുള്ളിൽ നമ്മുടെ ഡാറ്റ കളക്ഷൻ പ്രോസസ്സ് അവസാനിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റാവുന്ന റിസർച്ചാണ് ഇത്. സെക്കൻഡ് വൺ ഈസ് ലോങ്ഡിറ്റ്യൂഡിനൽ റിസർച്ച്. It is based on the data pertaining to several years or several time periods. അതായത് കഴിഞ്ഞത് ഏതൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് റിസർച്ചുകൾ നടത്തിയിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി സെലക്ട് ചെയ്യും, ആ കമ്പനിയുടെ കഴിഞ്ഞ 5 വർഷങ്ങളിലത്തെ ഫൈനൽ അക്കൗണ്ട്സ്, ട്രേഡിംഗ് P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് നമ്മൾ അവിടെ നിന്ന് മേടിക്കും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ള പല റേഷ്യോസും ഉപയോഗിച്ചിട്ട് അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിന് ഇവാലുവേഷൻ നടത്തും. അതും ഒരു തരം റിസർച്ച് തന്നെയാണ്. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലത്തെ പെർഫോമൻസ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനി എടുക്കുക, ആ പെർട്ടിക്കുലർ കമ്പനിയുടെ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 20 വർഷങ്ങളായിട്ടുള്ള കമ്പനിയുടെ ഷെയർ മാർക്കറ്റിലുള്ള പെർഫോമൻസ് ആണ് നമ്മൾ സ്റ്റഡി നടത്താനോട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് റിസർച്ചിനെ വിളിക്കുന്ന പേരാണ് ലോങ്ഡിറ്റ്യൂഡിനൽ റിസർച്ച്. ഇറ്റ് ഈസ് ഡാറ്റ പെർട്ടൈനിങ് ടു സെവറൽ ഇയേഴ്സ്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഡാറ്റ പെർട്ടൈനിങ് ടു എ പോയിന്റ് ഓഫ് ടൈം, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ മാക്സിമം 1 ഇയറിൻ്റെ കാലയളവിലുള്ള ഡാറ്റ മാത്രമേ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരായിരുന്നു സിംഗിൾ ടൈം പീരീഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഒരു കഴിഞ്ഞ 5, 10, 20 വർഷങ്ങളിലത്തെ ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ that is called longitudinal research. It is in the form of time series analysis. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ടൈം സീരീസ് അനാലിസിസ് ന്യൂമറിക്കലിൽ അല്ലെങ്കിൽ ക്യൂട്ടിയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ടാവണം. ആ ടൈം സീരീസ് അനാലിസിസ് പോലെയാണ് ഈ റിസർച്ച് നടത്തുന്നത്. അതായത് ട്രെൻഡ് കണ്ടുപിടിക്കും, അപ്വേർഡ് ട്രെൻഡാണോ ഡൗൺവേർഡ് ട്രെൻഡാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ 5 വർഷത്തെ നോക്കുമ്പോൾ ആ കമ്പനിയുടെ GP റേഷ്യോ MP റേഷ്യോ ഒക്കെ അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് time series analysis. Example, poverty reduction in India during the 5-year plan. ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞത്, പോവർട്ടി റിഡക്ഷൻ ഇൻ ഇന്ത്യ. നമുക്ക് കഴിഞ്ഞ പഞ്ചവത്സര പദ്ധതിക്കുള്ളിൽ ആ ഒരു പീരീഡിനുള്ളിൽ നമ്മുടെ പോവർട്ടി റിഡക്ഷൻ, ദാരിദ്ര്യം നമുക്ക് ഇന്ത്യയിൽ നിന്നും എത്രമാത്രം കുറയ്ക്കാനായിട്ട് പറ്റി, അതിനെക്കുറിച്ചൊരു സർവേ നടത്തുകയാണെങ്കിൽ അത് ഈ കാറ്റഗറിയിലാണ് വരിക. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞോളം തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പെർഫോമൻസ്, അല്ലെങ്കിൽ അതൊന്നും വേണ്ട, അവരുടെ ഫൈനൽ അക്കൗണ്ട്സ് മാത്രം എടുത്തിട്ട് അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ജഡ്ജ്മെൻറ്റ് നടത്തുന്ന ഒരു തരത്തിലുള്ള റിസർച്ച് ആണെങ്കിൽ അതും ഇതിന് വിളിക്കുന്ന പേരാണ് ലോങ്ഡിറ്റ്യൂഡിനൽ റിസർച്ച്. അപ്പോൾ അങ്ങനെ അക്കോർഡിംഗ് ടു ദി ടൈം ഫ്രെയിം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിംഗിൾ ടൈം പീരീഡ് റിസർച്ച് ആൻഡ് ലോങ്ഡിറ്റ്യൂഡിനൽ റിസർച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് അക്കോർഡിംഗ് ടു ദി പേർപ്പസ് ഓഫ് ദി സ്റ്റഡി. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റഡി നടത്തുന്നത്, അപ്പോൾ സ്റ്റഡി നടത്തുന്നതിൻ്റെ ഉദ്ദേശം, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. Under this study, the information known on the subject matter is little. Hence, the study is conducted to more about the subject matter. നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന വെച്ചാൽ എന്താ, ചൂഴ്ന്നെടുക്കുക. അതായത് ഇപ്പോൾ ഒരു ടോപ്പിക്ക്, ആ ടോപ്പിക്കിലെ ഒരു അധികം തിയറീസും അല്ലെങ്കിൽ അതിനധികം തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ഇല്ല, അതിനെക്കുറിച്ച് അധികം ആരും സ്റ്റഡി നടത്തിയിട്ടില്ല, അതിനൊരു തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫെർദർ എക്സ്പ്ലനേഷനോ അങ്ങനത്തെ ഒരു എക്സ്പ്ലോഷൻ അതിന് കിട്ടിയിട്ടില്ല. അതാണ് പറയുന്നത്, ഇൻഫർമേഷൻ നോൺ ഓൺ ദ സബ്ജക്ട് മാറ്റർ ഈസ് ലിറ്റിൽ. വളരെ കുറച്ച് ഇൻഫർമേഷനെ ആ ടോപ്പിക്കിനെ കുറിച്ച് അവൈലബിൾ ആയിട്ടുള്ളൂ. ഹെൻസ് ദ സ്റ്റഡി ഈസ് കണ്ടക്റ്റഡ് ടു നോ മോർ അബൌട്ട് ദ സബ്ജക്ട് മാറ്റർ. അപ്പോൾ നമ്മളത് റിസർച്ച് ആയിട്ട് എന്ത് ചെയ്യാണ്, ആ ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്, പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കല്ല ചെയ്യുന്നത്, ഓൾറെഡി ഉള്ള ഒരു കോൺസെപ്റ്റിനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് കൂടുതൽ എക്സ്പ്ലോഷൻ ഉണ്ടാക്കുകയാണ്. അതിന് വിളിക്കുന്ന പേരാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫോർമുലേറ്റീവ് സ്റ്റഡി. അതിന് വേറൊരു പേരാണ് ഫോർമുലേറ്റീവ് സ്റ്റഡി. ഓക്കെ, അതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇറ്റ് ഈസ് ഫാക്ട് ഫൈൻഡിങ് സ്റ്റഡി. ഇറ്റ് ട്രൈസ് ടു ഡിസ്ക്രൈബ് ദ മാറ്റർ അണ്ടർ ദി സ്റ്റഡി. ഇതെന്താണ്, ഒരു ഫാക്ട് ഫൈൻഡിങ്സ് റിസർച്ച് ആണ്.
നമ്മൾ ഉള്ള കാര്യം നമ്മൾ ഒന്നാമത്തേൽ എന്താ പറഞ്ഞത്, നമ്മൾ കൂടുതലായിട്ട് ഇൻഫർമേഷൻ വളരെ ലിറ്റിലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, കൂടുതൽ എക്സ്പ്ലോഷർ, കൂടുതൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതുതായിട്ടൊന്നും കോൺസെപ്റ്റ് പുതിയതല്ലെങ്കിലും വേറെ ആ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള ന്യൂ ഇൻഫർമേഷൻ നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ കണ്ടുപിടിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ കോൺസെപ്റ്റ് ഓൾറെഡി ഉള്ളതുമാണ്, അതിനെ കുറിച്ചിട്ട് വേണ്ടോളം ഇൻഫർമേഷനും അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ അതൊന്നും കൂടി സ്റ്റഡി ചെയ്തിട്ട് നമ്മുടെ സ്വന്തം വേസിൽ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ പ്രകാരം അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന റിസർച്ചിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇറ്റ് ഈസ് എ ഫാക്ട് ഫൈൻഡിങ് സ്റ്റഡി. ഓൾറെഡി ഉള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്ന് എന്തെങ്കിലും പുതിയൊരു ഫാക്ട് കണ്ടുപിടിക്കുന്ന സ്റ്റഡീനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇറ്റ് ട്രൈസ് ടു ഡിസ്ക്രൈബ് ദ മാറ്റർ അണ്ടർ ദ സ്റ്റഡി. നമ്മൾ ഏതാണോ ടോപ്പിക്കാണോ ഏത് കോൺസെപ്റ്റാണോ സ്റ്റഡിക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുക. അതായത് പലരും പല തിയറീസും മോഡൽസും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ മോഡൽസിനെ കുറിച്ചിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിസർച്ചിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഓക്കെ. തേർഡ് വൺ ഈസ് കോറിലേഷൻ റിസർച്ച്. Here the emphasis is to discover or establish the existence of a relationship or association of or interdependence between two or more aspects of a situation. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കോറിലേഷൻ, റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു കൺസ്യൂമർ ബിഹേവിയറും അല്ലെങ്കിൽ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറും ക്വാളിഫിക്കേഷനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, അതായത് ക്വാളിഫിക്കേഷൻ കൂടും തോറും ആൾക്കാരുടെ കൺസ്യൂമർ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, കൺസ്യൂമർ ക്വാളിഫിക്കേഷൻ കുറയും തോറും എന്താണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കുറയുന്നുണ്ടോ, ആ രീതിയിലൊരു രണ്ട് ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്റർ ഡിപ്പെൻഡൻസ് സ്റ്റഡി ചെയ്യാനുള്ള ഒരു റിസർച്ചിനെ വിളിക്കുന്ന പേരാണ് കോറിലേഷൻ റിസർച്ച്. അല്ലെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ തന്നെ എടുക്കാം. എക്സ്പീരിയൻസ് കൂടും തോറും ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുന്നുണ്ടോ, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കുറേ നാളുകൾ വർക്ക് ചെയ്യും തോറും ആ കമ്പനിയോടുള്ള കമ്മിറ്റ്മെൻറ്റും ജോബ് സാറ്റിസ്ഫാക്ഷനും കൂടുന്നുണ്ടോ, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറയുന്നുണ്ടോ. അപ്പോൾ നമ്മൾ എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചത്, ജോബ് സാറ്റിസ്ഫാക്ഷനും എക്സ്പീരിയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് തമ്മിലുള്ള അസോസിയേഷനോ റിലേഷൻഷിപ്പോ ഇന്റർ ഡിപ്പെൻഡൻസോ പഠിക്കുന്ന സ്റ്റഡിനെ വിളിക്കുന്ന പേരാണ് കോറിലേഷൻ റിസർച്ച്. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിയർ ദ എംഫസൈസ് ഈസ് ടു ഡിസ്കവർ ഓർ എസ്റ്റാബ്ലിഷ് ദി എക്സിസ്റ്റൻസ് ഓഫ് എ റിലേഷൻഷിപ്പ് ഓർ അസോസിയേഷൻ ഓഫ് ഇന്റർ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ടു ഓർ മോർ ആസ്പെക്ട്സ് ഓഫ് എ സിറ്റുവേഷൻ. രണ്ടോ മൂന്നോ ഫാക്ടേഴ്സ് തമ്മിലുള്ള വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനുള്ള റിസർച്ചിനെ വിളിക്കുന്ന പേരാണ് കോറിലേഷൻ റിസർച്ച്. ഇനിയുണ്ട് ഇതിൽ. അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ആദ്യത്തേത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്. പുതിയൊരു കോൺസെപ്റ്റ് അല്ല, പക്ഷേ ഇൻഫർമേഷൻ കുറവായതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ കോൺസെപ്റ്റും പുതിയതല്ല, വേണ്ടോളം ഇൻഫർമേഷനും അവൈലബിൾ ആണ്, പക്ഷേ നമ്മുടെ വ്യൂ പോയിന്റിൽ നമ്മളതിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനുള്ള റിസർച്ച് ആണ് കോറിലേഷൻ റിസർച്ച്. ഓക്കെ. ഫോർത്ത് വൺ ഈസ് കാഷ്വൽ റിസർച്ച്. ഇറ്റ് എയിംസ് അറ്റ് ഐഡന്റിഫൈങ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ്. ഇനി നമ്മൾ ലബോറട്ടറി റിസർച്ചിൽ ഇന്നലെ പഠിച്ച ലബോറട്ടറി എക്സ്പെരിമെന്റ് റിസർച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അണ്ടർ കൺട്രോൾഡ് സിറ്റുവേഷനിൽ സ്റ്റഡി ചെയ്യുന്നു. ഇവിടെ അങ്ങനെ കൺട്രോൾ സിറ്റുവേഷനോ ലാബ് സെറ്റപ്പോ ഒന്നുമില്ല. എന്നാലും രണ്ട് വാരിയബിൾ തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. നേരത്തെ നമ്മൾ കോറിലേഷനിൽ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ അതിൻ്റെ കോസും ഇഫക്റ്റും എന്തുകൊണ്ടാണ് അങ്ങനെ, ഇപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷനും എക്സ്പീരിയൻസും തമ്മിൽ റിലേഷൻഷിപ്പ്, അതിൻ്റെ കോസും എഫക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കാഷ്വൽ റിസർച്ച്. ഇറ്റ് പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് മെഷറിംഗ് ദ വേരിയേഷൻ ബിറ്റ്വീൻ കോസ് ആൻഡ് ഇഫക്റ്റ്. ഇത് തമ്മിലുള്ള വേരിയേഷൻ, അതിൻ്റെ ആ റീസൺ, അങ്ങനെ ഇങ്ങനൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള റീസൺ എന്താണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, ഇതൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് കാഷ്വൽ റിസർച്ച്. നേരത്തെ കോറിലേഷനിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലേ അത് മാത്രം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണുള്ളൂ. ദെൻ
അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് എന്തെല്ലാം എഫക്ട്സ് ആണ് അതിന് ഉണ്ടാവുന്നത്, ആ റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് എന്തെല്ലാം എഫക്ട്സ് ആണ് ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മളൊരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കാഷ്വൽ റിസർച്ച്. ഓക്കെ, ഇറ്റ് എയിംസ് അറ്റ് ഐഡന്റിഫൈങ് ദ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് and it provides the means of measuring the variation between cause and effect relationship. Okay, and the fifth one is analytical research. It aims at a critical examination of the matter under study by analyzing the facts or information already available. നമ്മൾ വീണ്ടും എന്താ ചെയ്യുന്നത്, ഒരു ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷൻ ആണ്. നമ്മൾ എടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കിന് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച്, നമ്മൾ പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കുന്നില്ല, ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ക്രിട്ടിക്കലായിട്ട് ഇവാലുവേഷൻ നടത്തുന്ന ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് അനലിറ്റിക്കൽ റിസർച്ച്. എ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ദി സബ്ജക്ട് മാറ്റർ അണ്ടർ സ്റ്റഡി by analyzing the facts or information already available. ഓൾറെഡി ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അനലിറ്റിക്കൽ റിസർച്ച്. അതാണ് ഫിഫ്ത്ത് വൺ ആയിട്ട് വരുന്നത്. Then the sixth one is evaluation research. It is conducted to examine or evaluate the impact of a particular event. Example, impact of globalization on Indian agriculture. അതായത് ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൻ്റെ ഇമ്പാക്റ്റ്, അതിപ്പോൾ നമ്മൾ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബിസിനസ് കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു റിസർച്ച് നടത്തുകയെന്ന് വെച്ചാൽ ആ ട്രെയിനിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു സർവേ നടത്തുക. അത് കഴിഞ്ഞിട്ട് ഈ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വേറൊരു സർവേയും നടത്തുക. അപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ഉള്ള സർവേയുടെ റിസൾട്ടിനേക്കാൾ അവരുടെ പെർഫോമൻസ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അവരുടെ ട്രെയിനിങ് കൊടുക്കുന്നതിനേക്കാൾ മുമ്പത്തുള്ള പെർഫോമൻസിനേക്കാൾ നല്ലൊരു പെർഫോമൻസ് നമ്മൾ ട്രെയിനിങ് നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് സർവേ നടത്തിയപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ട്രെയിനിങ്ങിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടായി. ആ ട്രെയിനിങ് കൊടുത്തത് കൊണ്ട് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. So we study the impact of training on the job performance. എംപ്ലോയീസിൻ്റെ ജോബ് പെർഫോമൻസിൻ്റെ മുകളിലുള്ള ഇമ്പാക്റ്റ്. ഇങ്ങനെ നല്ലൊരു ട്രെയിനിങ് കൊടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ മുമ്പ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചേനെ. അപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിന് മുമ്പ് നടത്തിയ സർവേയിൽ അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല, ബട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നടത്തിയ സർവേയിൽ നല്ല പെർഫോമൻസ് ആണ് കണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണ്, ആ ട്രെയിനിങ് കൊടുത്തത് അവരുടെ ജോബ് പെർഫോമൻസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു ഇവൻറ്റിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റഡി ചെയ്യാനുള്ള, അവിടെ നമ്മൾ എന്തിൻ്റെ ഇമ്പാക്റ്റാണ് സ്റ്റഡി ചെയ്യുന്നത്, ട്രെയിനിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഇമ്പാക്റ്റാണ് നമ്മൾ സ്റ്റഡി ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇവാലുവേഷൻ റിസർച്ച്. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്, ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ഇന്ത്യൻ അഗ്രികൾച്ചറിന് ഇമ്പാക്റ്റ് എന്താണ് ഉണ്ടായത്, പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത് അതോ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണോ ഉണ്ടായത്, ആ രീതിയിലൊരു സ്റ്റഡി നടത്തിയാൽ ദാറ്റ്സ് കംസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് ഇവാലുവേഷൻ റിസർച്ച്. ഓക്കെ, അപ്പം ഇങ്ങനെ 6 ക്ലാസിഫിക്കേഷനാണ്. അതിൻ്റെ ബേസ് എന്താ നമ്മൾ പഠിച്ചത്, ബേസ് പേർപ്പസ് ഓഫ് സ്റ്റഡി, എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. പുതുതായിട്ട് ലിറ്റിൽ നോളേജ് ഉള്ള ഒരു കോൺസെപ്റ്റിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ചായി, കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചായി, റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനാണെങ്കിൽ കോറിലേഷൻ റിസർച്ചായി, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ കാഷ്വൽ റിസർച്ചായി, ക്രിട്ടിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടാണെങ്കിൽ അനലിറ്റിക്കൽ റിസർച്ചായി, ഇമ്പാക്റ്റ് സ്റ്റഡി ചെയ്യാനാണെങ്കിൽ ഇവാലുവേഷൻ റിസർച്ചായി. അങ്ങനെ 6 കാറ്റഗറിയാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി പേർപ്പസ് ഓഫ് സ്റ്റഡിയുടെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, and the last classification is classification according to methodology adopted. നമ്മൾ ഏത് റിസർച്ച് മെത്തഡോളജിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട് ഏത് മെത്തഡോളജിയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ലാസ്റ്റായിട്ട് നോക്കാനുള്ളത്. ദാറ്റ് ഈസ് ഒന്നാമത്തത് വന്നിരിക്കുന്നത് തിയറട്ടിക്കൽ റിസർച്ച്. തിയറട്ടിക്കൽ റിസർച്ച് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ തിയറി. ആ പേരിൽ പറഞ്ഞ പോലെ തന്നെ ആ റിസർച്ച് എന്തിനെ ബേസ് ചെയ്തിട്ട് നടത്തുന്നത്, നമ്മൾ തിയറീനെ ബേസ് ചെയ്തിട്ടാണ് നടത്തുന്നത്.
തിയറി ഹെൽപ്പ് ദ റിസർച്ചർ ഇൻ സോൾവിങ് ദ പ്രോബ്ലം ഓർ സ്കോപ്പ് ഓഫ് ദി റിസർച്ച് സ്റ്റഡി അണ്ടർടേക്കൺ ബൈ ദ റിസർച്ചർ. അപ്പം നമുക്ക് അങ്ങനെ ഈ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള തിയറികൾ വെച്ചിട്ട് നമ്മൾ കണ്ടുവച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റി. ഓർ സ്കോപ്പ് ഓഫ് ദ റിസർച്ച് സ്റ്റഡി അണ്ടർടേക്കൺ ബൈ ദ റിസർച്ചർ. നമ്മുടെ റിസർച്ച് പർപ്പസിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ പ്രോബ്ലത്തിൻ്റെ സ്കോപ്പ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ യൂസ് ചെയ്യണത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള തിയറി യൂസ് ചെയ്യണമെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് തിയറട്ടിക്കൽ റിസർച്ചർ. ഇറ്റ് ഹെൽപ്സ് ദ റിസർച്ചർ ഇൻ സോൾവിങ് ദ പ്രോബ്ലം വിച്ച് കംസ് അണ്ടർ ദി സ്റ്റഡി. നമ്മുടെ സ്റ്റഡിയുടെ അണ്ടറിൽ വരുന്ന പ്രോബ്ലത്തിന് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, തിയറിയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് തിയറട്ടിക്കൽ റിസർച്ച്. സെക്കൻഡ് വൺ ഈസ് എംപറിക്കൽ റിസർച്ച്. ഇറ്റ് ഈസ് എ റിസർച്ച് മെത്തേഡ് ബേസ്ഡ് ഓൺ ദി റിസർച്ചേഴ്സ് എക്സ്പീരിയൻസ്. നമ്മൾ പ്രത്യേകിച്ച് തിയറി ഒന്നും യൂസ് ചെയ്യണില്ല, നമ്മുടെ റിസർച്ചർക്കുള്ള എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് നമ്മൾ റിസർച്ച് നടത്തണമെന്ന് വെച്ചാൽ അതെന്തായിട്ട് മാറി, എംപറിക്കൽ റിസർച്ചായി. അതായത് അതിൻ്റെ അടിയിൽ പറയുന്നുണ്ട്, ഹിയർ ദ റിസർച്ചർ കണ്ടക്ട് ഹിസ് വർക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ഹിസ് എക്സ്പീരിയൻസ് ഓർ ഒബ്സർവേഷൻസ് എലോൺ. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ എനി തിയറി ഓർ സിസ്റ്റം. അപ്പോൾ എംപറിക്കൽ റിസർച്ചിലാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു തിയറി ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ റിസർച്ച് നടത്തുന്ന റിസർച്ചറിൻ്റെ ഒബ്സർവേഷൻസും അതുപോലെ ആളുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും ഇത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് ആൾ റിസർച്ച് നടത്തുന്നത്. നേരത്തെ തന്നെ നേരെ ഓപ്പോസിറ്റ്, തിയറട്ടിക്കലി നമ്മൾ പക്ക തിയറി മാത്രം ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള തിയറി ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് നടത്താണ്, റിസർച്ച് നടത്തുകയാണെങ്കിൽ അതെന്തായി, തിയറട്ടിക്കൽ റിസർച്ചായിട്ട് മാറി. അതേസമയം നമ്മൾ തിയറി ഒന്നും യൂസ് ചെയ്യാണ്ട് ആ റിസർച്ച് നടത്തുന്ന റിസർച്ചറിൻ്റെ എക്സ്പീരിയൻസ്, ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഫീൽഡിലുള്ള ആൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് തിയറിയുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, നല്ല നോളജ് ഉണ്ടാവും. അതുപോലെ ഒബ്സർവേഷൻ, അയാളുടെ പേഴ്സണൽ ഒബ്സർവേഷൻസും ഫൈൻഡിങ്സും ഒക്കെ വെച്ചിട്ടാണ് ആൾ റിസർച്ച് നടത്തണമെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് എംപറിക്കൽ റിസർച്ച്. ഇതാണ് മെത്തഡോളജി അഡോപ്റ്റഡ് എന്നതിൻ്റെ ബേസിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ, തിയറട്ടിക്കൽ റിസർച്ചും അതുപോലെ എംപറിക്കൽ റിസർച്ചും. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് ആണ് നമുക്ക് ഇതിൽ പഠിക്കാൻ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി അടുത്ത ടൈപ്സിൽ വീണ്ടും ഫർദർ സ്റ്റഡി പഠിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 5 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ അക്കോർഡിംഗ് ടു കവറേജ് നോക്കി, അക്കോർഡിംഗ് ടു യൂട്ടിലിറ്റി ഓർ ആപ്ലിക്കേഷൻ നോക്കി, ദെൻ അക്കോർഡിംഗ് ടു ടൈം ഫ്രെയിം നോക്കി, ദെൻ അക്കോർഡിംഗ് ടു ദ പേർപ്പസ് ഓഫ് ദി സ്റ്റഡി നോക്കി, അക്കോർഡിംഗ് ടു ദി മെത്തഡോളജി അഡോപ്റ്റഡ്. അപ്പോൾ ഇന്നും നമ്മൾ 5 പഠിച്ചിട്ടുണ്ട്, ഇന്നലെയും 5. അപ്പോൾ മൊത്തം 10 ബേസിസിലാണ് നമ്മൾ റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.